السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമദാൻ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. റമദാൻ മാസത്തിന് മുമ്പ് തന്നെ നാം ധാരാളം നന്മകൾ ചെയ്യാൻ തുടങ്ങണം. എല്ലാം നാം വൃത്തിയാക്കി കഴിഞ്ഞു. നമ്മളെ വീടും പരിസരവും എല്ലാം നാം നല്ല നിരക്ക് വൃത്തിയാക്കി. നമ്മുടെ ഹൃദയം നാം വൃത്തിയാക്കിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഹൃദയം നാം വൃത്തിയാക്കണം. എന്തുകൊണ്ടാണ് ഹൃദയം വൃത്തിയാക്കേണ്ടത്? എല്ലാ വേണ്ടാത്ത ചിന്തകളിൽ നിന്നും ദോഷത്തിന്റെ കറകളിൽ നിന്നും നമുക്കുള്ള ഹൃദയം നാം ശുദ്ധിയാക്കണം. ശുദ്ധിയാക്കിക്കൊണ്ട് റമദാനെ നാം സ്വീകരിക്കണം. എങ്ങനെ സ്വീകരിക്കണം? റമദാനിലെ ഓരോ നന്മകൾ നാം ചെയ്യുമ്പോഴും അത് ഒരുപാട് ഇരട്ടി പ്രതിഫലം നൽകപ്പെടുന്നതാവണം. സാധാരണ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഒരു സുന്നത്ത് ചെയ്താൽ, ഒരു ഫർദ് ചെയ്താൽ ഇങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. ഒരു ഫർദ് സുന്നത്തിനേക്കാൾ 70 ഇരട്ടി പ്രതിഫലമാണെങ്കിൽ റമദാനിൽ ഒരു സുന്നത്ത് ചെയ്യുമ്പോൾ ഒരു ഫർദിന്റെ കൂലിയും ഫർദ് ചെയ്താൽ 70 ഫർദിന്റെ കൂലിയും ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് അങ്ങനെയുള്ള പവിത്രമായ റമദാനിൽ നാം ഒരുപാട് നന്മകൾ ചെയ്യണം. നന്മകളുടെ ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടാവണം. കാരണം റമദാൻ എന്നുള്ളത് ഒരുപാട് പ്രതിഫലം ഞാൻ പറഞ്ഞല്ലോ. സുന്നത്തിനൊക്കെ ഒരു ഫർദിന്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത്. റമദാൻ അല്ലാത്ത ദിവസങ്ങളിൽ ഒരു ഖത്ം ഓതുന്നതും റമദാനിലെ ഒരു ഖത്ം ഓതുന്നതും വളരെ വ്യത്യാസമുണ്ട്. 70 ഖത്മിനോട് സമാനമാണ്. അപ്പൊ ഒരുപാട് നന്മകൾ, ഖുർആനോദലും ദിക്ർ ചൊല്ലലും സ്വലാത്ത് ചൊല്ലലും അങ്ങനെ തുടങ്ങിയ നല്ല കാര്യങ്ങൾ ചെയ്യൽ, പറയൽ, ചിന്തിക്കൽ, ഇതായിരിക്കണം ഒരു മുഅ്മിനായ മനുഷ്യന്റെ അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് പഠിച്ചത്? ഈ ലോകത്തിന് എന്തിനാണ് പഠിച്ചത്? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും. അല്ലാഹു പറയുന്നു, നിങ്ങൾ എന്തിനാണ് പഠിച്ചത്? ഖലഖൽ മൗത വൽ ഹയാത, അല്ലാഹു തആല മരണത്തിനെയും ജീവിതത്തിനെയും പഠിച്ചത് ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. അയ്യക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നവൻ, സൽക്കർമ്മങ്ങൾ നന്നായി ചെയ്യുന്നവൻ, കൂടുതൽ ചെയ്യുന്നവൻ എന്നല്ല പറഞ്ഞത്, മറിച്ച് ആരാണ് നന്നായി പ്രവർത്തിക്കുന്നവൻ എന്നാണ്. കുറേ സൽക്കർമ്മങ്ങൾ ചെയ്യണോ എന്നല്ല, ചെയ്യുന്ന സൽക്കർമ്മം വളരെ നന്നായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. റമദാനിന് പ്രത്യേകമായ ഒരു നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. അത് വലിയ ശ്രേഷ്ഠമായ ഒരു സംഭവം തന്നെയാണ്. എന്നാൽ നാം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്, 22 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കാരമുണ്ട്. എല്ലാ ദിവസത്തിലും ഉള്ളതാണ്, റമദാനിലും അതുണ്ട്. അപ്പൊ റവാത്തിബ് സുന്നത്ത് നിസ്കാരത്തിന് തറാവീയേക്കാൾ പോരിശയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. റവാത്തിബ് നിസ്കാരത്തിന്റെ കൂട്ടത്തിൽ ഒന്നാമതായിട്ട് നിൽക്കുന്നത് സുബഹിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് റക്അത്താൽ ഫജ്ർ ഖൈറുൽ ലക മിന ദുനിയ വ മാ ഫീഹാ എന്നുള്ളതാണ്. സുബഹിന് മുമ്പുള്ള 2 റക്അത്ത് അത് ദുനിയാവും അതിലുള്ള എല്ലാത്തിനേക്കാളും ഖൈറാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇനി ശേഷം ളുഹറിന്റെ മുമ്പും ശേഷവും 4 റക്അത്ത് സുന്നത്തുണ്ട്. മുമ്പ് 4, ശേഷം 4. അങ്ങനെ ഒരാള് പതിവാക്കിയാൽ അതിന്റെ പ്രതിഫലം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മൻ സല്ല ഖബല ളുഹ്രി അർബഅ വ ബഅദഹ അർബഅ, ഒരാള് ളുഹറിന് മുമ്പും ളുഹറിന് ശേഷം 4 റക്അത്ത് നിസ്കരിച്ചാൽ ഹറമല്ലാഹു ജസദഹു വലന്നാർ, അവന്റെ ശരീരത്തിന് അല്ലാഹു തആല നരകത്തിന് നിഷിദ്ധമാക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അസറിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് റവാത്തിബ് ഉണ്ടല്ലോ. അസറിന് മുമ്പുള്ള 4 റക്അത്ത് റവാത്തിബിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് റഹിമല്ലാഹു ഇംറാൻ സ്വല്ലാ ഖബലൽ അസ്രി അർബഅ എന്നാണ്. അസറിന് മുമ്പ് 4 റക്അത്ത് ഒരാൾ സുന്നത്ത് നിസ്കരിക്കുന്നെങ്കിൽ അവർക്ക് അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്നാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ഭവനം ഏതാണ്? സ്വർഗമാണ്. അങ്ങനെയാണ് നമ്മൾ ഇപ്പൊ സുബഹിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചു, ളുഹറിന് മുമ്പും ശേഷവും 2 റക്അത്ത് 4 റക്അത്ത് നിസ്കരിച്ചു. അപ്പൊ 10 റക്അത്ത് സുന്നത്ത് നിസ്കാരമായി. അസറിന്റെ കൂടെയും 4, അസറിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിച്ചു, 14 റക്അത്തായി. അപ്പോൾ ഓരോ നിസ്കാരം, ഈ സുന്നത്ത് നിസ്കാരത്തിന് പ്രത്യേക ശ്രേഷ്ഠത ഉണ്ട്. മാത്രമല്ല ഈ നമ്മൾ 14 ആകുമ്പോൾ അവിടെ പിന്നെ ഒരു ശ്രേഷ്ഠതയും കൂടി. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരാള് സുന്നത്ത് നിസ്കാരം, ഫർളല്ലാതെ സുന്നത്ത് നിസ്കാരം ഒരു ദിവസം 12 റക്അത്ത് നിസ്കരിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവനക്ക് ഒരു വീട് നൽകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരുപാട് ഓഫറുകളുള്ള ഈ നിസ്കാരം, റമദാൻ നമ്മൾ ഖുർആൻ കുറെ ഖത്മ ഓതുന്ന ആ ഒരു പതിവ് നമുക്കുണ്ട്. അല്ലാഹു തആല ഒരുപാട് ഖത്മുകൾ തീർക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ധാരാളം സുന്നത്ത് നിസ്കരിക്കണം. തറാവീഹ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ റവാത്തിബ് 22 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. അത് റമദാനിനെ വിടാതെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പൊ ഒരുപാട് കൂടി നമ്മൾക്കായി. അതുപോലെ തന്നെ വിത്ർ നിസ്കാരം 11 റക്അത്താണ്. വിത്ർ നിസ്കാരം ഏറ്റവും ടോപ്പിലുള്ള ഒരു നിസ്കാരമാണ്. റവാത്തിബിനേക്കാളും മുമ്പിലുള്ള ഒരു നിസ്കാരമാണ് വിത്ർ നിസ്കാരം എന്നുള്ളത്. 11 റക്അത്ത് ഉണ്ട്.
അത് നാം പതിവാക്കാൻ ശ്രമിക്കണം. റമദാനിൽ ഒരു 11 റക്അത്ത് ജീവിതത്തിൽ ഏതൊരു നന്മ നാം കേട്ടിട്ടുണ്ടെങ്കിലും അത് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നാം ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഓരോ വ്യക്തികൾക്കും അല്ലാഹു തആല അവന്റെ സ്വർഗത്തിൽ കടക്കാൻ ഒരു കാരണം വെച്ചിട്ടുണ്ട്. ഒരു സ്വർഗത്തിൽ കടക്കാൻ ഒരു വസ്തുതയുണ്ട്. അത് ഏതായിരിക്കുമെന്ന് ആർക്കും അറിയില്ല. അപ്പോ അതാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, നിങ്ങൾ ഏതൊരു നന്മ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടാലും അത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം ചെയ്യാൻ ശ്രമിക്കണം. കാരണം ചിലപ്പോ നിങ്ങൾ ആ നന്മയിലായിരിക്കും നിങ്ങൾ സ്വർഗത്തിലേക്ക് അല്ലാഹു തആല നിങ്ങളെ സ്വർഗത്തിലേക്ക് അല്ലാഹു തആല നിയമിച്ചിരിക്കുക അത് മുഖേനയായിരിക്കും. അതുപോലെ തന്നെ ഏതൊരു തിന്മയായാലും നമ്മൾ പേടിക്കണം, അത് നമ്മൾ ചെയ്യാതെ ഒഴിഞ്ഞു മാറണം. കാരണം ഏത് തിന്മയുടെ കാരണമാണ് നമ്മുടെ നരകത്തിലെത്തുക എന്നുള്ളത് നമ്മൾക്ക് അറിയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സംഭവത്തിലൂടെ പഠിപ്പിച്ചില്ല. ഒരു നായ്ക്ക് വെള്ളം കൊടുത്ത ഒരു സ്ത്രീ സ്വർഗത്തിൽ കടന്നു വന്നു. ഒരു വളരെ മോശക്കാരത്തിയായ ഒരു സ്ത്രീ നായ്ക്ക് ഒരു വെള്ളം കൊടുത്തതിന്റെ കാരണം കൊണ്ട് അവളുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുത്തുവെന്നും അവൾക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ ഇടം നൽകിയെന്നും ഹദീസിൽ കാണാം. അപ്പോ അതിന് നമ്മൾ ഒരു സംഭവം മനസ്സിലാക്കാറുണ്ട്. അല്ലാഹു തആല ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനം ആ പെണ്ണിൽ നിന്ന് ഉണ്ടായി എന്നുള്ളത്. പിന്നെ ഒരു സംഭവത്തിൽ കാണാൻ ഒരു പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേരിൽ ആ പൂച്ച ചത്തുപോവുകയും ചെയ്തപ്പോൾ അല്ലാഹു തആല ഒരു നല്ലൊരു എല്ലാ സൽക്കർമ്മങ്ങളെല്ലാം ചെയ്യുന്ന ഒരു സ്ത്രീ അള്ളാഹ് നരകത്തിൽ നടത്തിയത്. അപ്പോൾ ചെറിയൊരു തിന്മയാണ് അവിടെ ഉണ്ടായത്. അതുണ്ടാകുമ്പോൾ എന്തായി? ആ പെണ്ണ് നരകത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാളെ സ്വർഗത്തിൽ കിടത്തിയത് ഒരു മരമാണ് എന്ന്. അപ്പോൾ സ്വഹാബത്ത് അന്വേഷിച്ചു, ഏത് മരമാണ്, എന്താണ് സംഭവം? അപ്പോൾ എന്താണ് ആ മരത്തിന്റെ കാരണം എന്ന് പറയുന്നത്, എല്ലാവരും പോകുന്ന വഴിയിൽ ആ മരത്തിന്റെ ഒരു ഗെല്ലിങ്ങനെ ചാഞ്ഞിരുന്നു. അപ്പൊ ഒരു വ്യക്തി എന്ത് ചെയ്തു? എല്ലാവർക്കും ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് വഴിയുടെ തടസ്സങ്ങൾ നീട്ടി. അതാണ് ഈമാനിന്റെ ഏറ്റവും അതിനാഹ ഇമാദത്തുള്ളതാൻ തരീഖ് എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഈമാനിന്റെ കുറെ ശാഖകളുണ്ട്, അതിൽപ്പെട്ട ഏറ്റവും ടോപ്പിലുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന്റെ ഏറ്റവും അതിന്റെ ഏറ്റവും താണതാണ് ഇമാദത്തുള്ളതാൻ തരീഖ്, വഴിയിൽ നിന്ന് തടസ്സം നീക്കുക. അപ്പോ അയാൾ എന്താക്കി? ആ മരത്തിന്റെ ആ ഗെല്ലിനെ മുറിച്ചു മാറ്റി എല്ലാവർക്കും ഉള്ള തടസ്സം നീക്കി. അപ്പോൾ സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു കാരണമായി. അപ്പോൾ ഏത് നന്മയായിരിക്കും, ചിലപ്പോ ചെറിയൊരു നന്മയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല സ്വർഗത്തിലേക്ക് വെച്ചത്. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ എത്താൻ കഴിയും. അപ്പോൾ ഒരു ചെറിയ കാരണം അല്ലാഹു വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നരകത്തിൽ പോകാനും ചെറിയൊരു തിന്മ വെച്ചിട്ടുണ്ടാവും. അത് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നരകത്തിന്റെ ആളാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കാൻ. അതാണ് ഖുർആനിലെ ഏറ്റവും അഹ്വഫ് ആയത്തിന്റെ ഖുർആന്റെ ഏറ്റവും ഭയപ്പെടുന്ന ഒരു ആയത്താണ് വമയ്യാമിൽ മിഖ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമയ്യാമിൽ മിഖ്ഖാല ദർറത്തിൻ ശർറൻ യറ എന്നുള്ളതാണ്. അതായത് ആരൊരുത്തൻ അണുമണി തൂക്കം ഒരു നന്മ ചെയ്താലും അതിന്റെ പ്രതിഫലം അവൻ കാണും. ആരൊരുത്തൻ ഒരു ചെറിയ തിന്മ ചെയ്താൽ അതിന്റെ പ്രതിഫലം കാണും. ഇത് രണ്ടും ഒന്ന് പ്രതീക്ഷ നൽകുന്നതും ഒന്ന് പേടിപ്പിക്കുന്നതുമാണ്. അപ്പൊ റമദാൻ വരുമ്പോൾ ഒരുപാട് നന്മകൾ, ഖുർആനോത്തും സുന്നത്ത് നിസ്കാരവും സ്വലാത്തും ദിക്റും ഇതിന്റെ എല്ലാ അക്കൗണ്ടുകളും നാം തുറന്നിരിക്കണം. അപ്പൊ കാരണം റമദാൻ മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല വെച്ചത്. അതിന് റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ നാം തൗബ ചെയ്ത് വൃത്തിയായിക്കൊണ്ട് നമ്മൾക്കുള്ള റമദാനിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾക്കുള്ള കൂലികൾ ജാസ്തിയാകാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ ചെയ്യുന്നത്. റമദാൻ വരുന്നതിന് മുമ്പ് നാം വീട്ടിന്റെ മുറ്റവും വീടിന്റെ ചുറ്റുഭാഗവും വീട്ടിലുള്ള എല്ലാ വസ്തുക്കളും നാം കഴുകി വൃത്തിയാക്കി കഴിഞ്ഞല്ലോ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിനെയും വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മളുടെ അമലുകളെല്ലാം വളരെ ടോപ്പിലായി വളരെ ഫലപ്രദമായി സ്വീകരിക്കപ്പെടുന്നതായി മാറും. അതുപോലെ തന്നെ റമദാനിൽ നമ്മൾ എല്ലാം ശ്രദ്ധിക്കണം. ഇപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, അയ്യ ദുആ യസ്മഉ യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, ഏത് ദുആയാണ് ഉത്തരം കിട്ടുന്ന ദുആ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് രാത്രിയുള്ള ജൗഫുൽ ലൈൽ ആഖിർ, ഇപ്പൊ രാത്രിയിലുള്ള ദുആ, അതായത് രാത്രിയുടെ അവസാന സമയത്ത് സുബഹിന് മുമ്പുള്ള ആ തഹജ്ജുദിന്റെ ആ സമയത്തുള്ള ദുആക്ക് ഉത്തരവുണ്ട്. പിന്നൊരു സമയം പറഞ്ഞത് എല്ലാ ഫർദ് നിസ്കാരത്തിന്റെ ഉടനെയുള്ള ദുആക്ക് ഉത്തരവുണ്ട് എന്നാണ്. അപ്പോൾ ഫർദ് നിസ്കാരത്തിന്റെ ഉടനെയുള്ള ദുആക്ക് ഉത്തരവുണ്ട്. ആ ദുആ ഞാൻ പ്രത്യേകമായി ഖുർആനിൽ വന്ന ഹദീസിൽ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആ, ഈ ദുആകളെല്ലാം പതിവാക്കി നമ്മൾ അതിനെ മനസ്സിലാക്കി നാം ദുആരക്കാൻ ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ നന്മകളും ഞാൻ തുടങ്ങി ഇങ്ങനെ റെഡിയായിരിക്കണം. അതല്ലാതെ റമദാൻ വരട്ടെ, റമദാൻ തുടങ്ങാം, ഒന്നിന്റെ രാത്രി തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിലേക്ക് പോകുന്ന ഓൻ എവിടെയാണ് ഇവർ ഒരുങ്ങുന്നത് എന്നാണ് അല്ലാഹു തആല നോക്കുന്നത് നമ്മുടെ മനസ്സിലേക്കാണ്. അപ്പൊ ഇപ്പോൾ തന്നെ നമ്മൾ ഒരുങ്ങണം, നന്മയിലേക്ക് ഒരുങ്ങണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈമാന് കൊണ്ടാണ് ഒരാൾക്കുള്ള രക്ഷ. ഈമാൻ ഇല്ലെങ്കിൽ ആർക്കും രക്ഷയില്ല എന്നുള്ളതാണ്. ഈമാന് വളരെ ഭദ്രമായ ഈമാൻ വേണം. ഇപ്പൊ അന്ത്യനാളിന്റെ അവസാന ഈ ഘട്ടത്തിൽ ഈമാനെ തടുത്തു കളയുന്ന, ഈമാനെ പോക്കിക്കളയുന്ന ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അതായത് മനുഷ്യന്മാരുടെ ഈമാൻ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനൊക്കെ ഒന്നും ശ്രദ്ധിക്കാതെ നമ്മളെ ഈമാനെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അന്ത്യനാളിൽ രാവിലെ മൂമിനായിട്ടുള്ള മുസ്ലിമായിട്ടുള്ളവർ വൈകുന്നേരം കാഫിറായി പോകും, വൈകുന്നേരം മുസ്ലിമായിട്ടുള്ളവർ രാവിലെ, അങ്ങനെ പെട്ടെന്ന് ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇക്കാലം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈമാൻ കാത്തു രക്ഷിക്കുമാറാകട്ടെ. റമദാനിൽ ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്യണം. അതിന് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതെന്തെല്ലാം നന്മകൾ ഉണ്ടോ, സഹായം ചെയ്യണോ, സ്വതക്ക ചെയ്യണോ, ഇങ്ങനെ ഒരുപാട് നന്മകളുണ്ട്. അതിനെല്ലാം നാം അറിഞ്ഞുകൊണ്ട്
ഒരു ദിവസം സ്വതക്ക ചെയ്യലും, സുന്നതസ്കരിക്കലും, ദിക്ർ ചൊല്ലലും, ഖുർആൻ ഓതലും, സ്വലാത്ത് ചൊല്ലലും, ഇങ്ങനെ തുടങ്ങി ധാരാളം എന്തെല്ലാം സുന്നത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അനാവശ്യങ്ങൾ, ഗൈബത്ത്, നമീമത്ത്, കളവ്, അതുപോലത്തെ അനാവശ്യ വാക്കുകൾ, അനാവശ്യ ചിന്തകൾ, അനാവശ്യ വാക്കുകളെ കേൾക്കൽ, ഇതെല്ലാം ഒഴിഞ്ഞു മാറിക്കൊണ്ട് നല്ല ഒരു ജീവിതം റമദാന്റെ മുമ്പ് തന്നെ നാം തുടങ്ങി റമദാൻ അത് നാം തുടർന്ന് അങ്ങനെ റമദാൻ കഴിഞ്ഞാൽ നമ്മൾ തുടർന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് നമ്മൾ എത്തണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരുപാട് റമദാന് നമ്മൾക്ക് കിട്ടിക്കൊണ്ട് റമദാൻ നമുക്ക് സാക്ഷിയായിക്കൊണ്ട് ഉള്ള ഒരു മോമിനികളിൽ അല്ലാഹു തആല നമ്മളെല്ലാം കെട്ടിത്തരുമാറാകട്ടെ. മോമിനികളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് ചെയ്ത ഏറ്റവും വലിയ ഭാഗ്യമാണ് റമദാനിലുള്ള ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത്. അത് എപ്പോഴും നമുക്കറിയില്ല. അപ്പൊ എല്ലാ റമദാന്റെ രാത്രികൾക്കും വളരെ നന്മകൾ കൂടുതൽ, പകൽ ഉള്ളതിനേക്കാൾ കൂടുതൽ രാത്രിയിൽ നന്മകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല നമ്മളോട് ബന്ധപ്പെട്ട് നമ്മുടെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ ആൾക്കാരും, മക്കളും, സദാര മരുമകൾ, കുടുംബത്തിലുള്ള എല്ലാവർക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം നന്മകൾ ചെയ്യാൻ, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നന്മകൾ ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.